നമ്മളെല്ലാ ദേവീദേവന്മാരെ സാധാരണ നമസ്കരിക്കുന്ന വണങ്ങുന്നത് ഒന്നേ നമസ്കരിക്കുക, അല്ല തൊഴുത് അഞ്ജലി മുദ്രയോട് വണങ്ങാറുണ്ട്. ചിലർ ശിരസിൻ്റെ മുകളിൽ അഞ്ജലി മുദ്ര കാണിക്കാറുണ്ട്. പക്ഷേ ഗണപതിയുടെ മുമ്പിൽ മാത്രം ഈ ഏത്തം വിടുന്ന രീതിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇടത് കൈയുടെ വിരലുകൊണ്ട് വലത് ചെവി പിടിച്ച്, വലത് കൈയുടെ വിരലുകൊണ്ട് ഇടത് ചെവി പിടിച്ച്, കാൽ രണ്ടും പിണച്ച് നിന്നിട്ട് കുനിഞ്ഞ് തറയറ്റം വരെ എത്രയും കുനിയണം അത്രയും കുനിഞ്ഞ് ഉയരുക എന്നുള്ളതാണ് ഏത്തം വിടുന്നതിൻ്റെ രീതി. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ചിലരൊക്കെ ഇന്ന് ഇങ്ങനെ രണ്ട് ചെവിയിലൊന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് തലയൊന്ന് കുനിച്ച് പൊങ്ങി 2-3 പ്രാവശ്യം തുള്ളി ചാടുന്ന പോലെ അവിടെ ഗണപതിയുടെ മുമ്പിൽ കാണിക്കുന്നുണ്ടാകും. വളരെ വളരെ കുറച്ച് പേര് മാത്രമേ ശരിക്കും ഗണപതിയുടെ മുമ്പിൽ ഏത്തമിട്ട് നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്കറിയാമെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? നമുക്കൊരു നാണക്കേട് തോന്നുന്നത്. അത് തന്നെ ചെയ്യാതിരിക്കാനുള്ള കാരണം നമുക്ക് സ്വയം നാണക്കേട് തോന്നും. ഇങ്ങനെ ചെയ്യേണ്ട എന്തിനാണ് നമ്മളിങ്ങനെ ഏത്തം ഇടുന്നത്? അതുകൊണ്ട് ഏത്തം ഇട്ട പോലെ വരുത്തി തീർക്കുന്നു, പക്ഷേ ഏത്തം ഇടുന്നില്ല. ശരിക്കും നമ്മൾ ഏത്തം ഇടുന്നില്ല. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഇങ്ങനൊരു അഭിവന്ദന രീതി നമ്മുടെ ഋഷിമാർ കൊണ്ടുവന്നത്? ഇന്ന് ധാരാളം വിദേശ രാജ്യങ്ങളിൽ, ഹിന്ദു മതത്തിൽ ഒരു വിശ്വാസമില്ലാത്ത വിദേശ രാജ്യങ്ങളിൽ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് ഇതേ ഏത്തമിടൽ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അവരതിന് പറയുന്നത് ഏത്തമിടൽ നിന്നൊന്നുമല്ല, ഗണപതിക്ക് വേണ്ടി ഏത്തമിടൽ, ഗണപതി പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നൊന്നുമല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ബ്രെയിൻ ജിമ്മാണെന്നാണ് പറയുന്നത്. ബ്രെയിൻ ജിം എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു എക്സസൈസ്. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഈ ഗണപതി ഏത്തമിടുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ടത് പറയുന്നു? കാരണം തലച്ചോറിന് 2 ഭാഗങ്ങളുണ്ട്, ഇടത് ഭാഗവും വലത് ഭാഗവും. ഇടത് ഭാഗത്തിനും വലത് ഭാഗത്തിനും പ്രത്യേകം കഴിവുകളാണുള്ളത്. ഒരു ഭാഗം കൊണ്ട് നമ്മൾ ശാരീരികമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, മറ്റേ ഭാഗം കൊണ്ട് ഭാവന, ചിന്ത, കാരുണ്യം, സ്നേഹം, അങ്ങനത്തെ മാനസികമായ ഗുണങ്ങൾ, ഇത് രണ്ടുമാണ് ബ്രെയിനിൻ്റെ 2 ഭാഗങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം കൊണ്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റു ഭാഗം കൊണ്ട് നമ്മൾ ചിത്രകല അല്ലെങ്കിൽ ഒരു കാവ്യം ആസ്വദിക്കുക, അതൊക്കെ മറ്റേ ഭാഗം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മനുഷ്യന് രണ്ടും ആവശ്യമാണ്. കലയും ശാസ്ത്രവും ഒരേപോലെ മനുഷ്യന് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ഈ കലയും ശാസ്ത്രവും തലച്ചോറിൻ്റെ 2 ഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ അതേപോലെ ശരീരത്തിൻ്റെ 2 വശങ്ങളെയും നിയന്ത്രിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വലതുവശത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ ഇടതുവശമാണ്, ശരീരത്തിൻ്റെ ഇടതുവശത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ വലതുവശമാണ്. അപ്പോൾ നമ്മളൊരു കൈ എടുത്തിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, വലത് കൈ കൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നത്. ഈ വലത് കൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ നിയന്ത്രണം തലച്ചോറിൻ്റെ ഇടത് ഭാഗമാണ് ആ സമയത്ത് കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇടത് കൈ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തലച്ചോറിൻ്റെ വലത് ഭാഗമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തലച്ചോറ് കൂടുതലായിട്ട് പ്രവർത്തനക്ഷമമാണെങ്കിൽ, നല്ല ബാലൻസ്ഡായിട്ട് പ്രവർത്തിക്കണം, ഈ 2 ഭാഗവും ഒരേപോലെ പ്രവർത്തിക്കും. ഇടത് കൈ എടുത്ത് വലത് ചെവി പിടിക്കുമ്പോൾ വലത് ചെവി എന്നുള്ളത് ഇടത് തലച്ചോറിൻ്റെ ഭാഗമാണ്, ഇടത് കൈ എന്നുള്ളത് വലത്തെ തലച്ചോറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ 2 ഭാഗവും ഒരേപോലെ ആക്റ്റീവായി തീരും. അപ്പോൾ ഇടത് കൈ വലത് ചെവി പിടിക്കുമ്പോൾ 2 ഭാഗവും ആക്റ്റീവായി തീരുന്നു. അതേപോലെ തിരിച്ചും, അതുപോലെ കാല് പിണച്ചിരിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കും. അപ്പം അത് തലച്ചോറിനെ പൂർണ്ണമായിട്ടും ആക്റ്റീവാക്കുന്ന, തലച്ചോറിൻ്റെ 2 ഭാഗങ്ങളും ഒരേപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു എക്സസൈസാണ് ഗണപതി വന്ദനം എന്നുള്ളത്. അപ്പോൾ അത് ബുദ്ധി വികാസത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന, ഓർമ്മശക്തിയും ബുദ്ധിയും വികസിക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു യോഗിക് എക്സസൈസാണ്. അപ്പോൾ ഇത് ബുദ്ധിയുടെ ദേവതയാണ് ഗണപതി, ബുദ്ധിയുടെ പ്രതീകമാണ് ഗണപതിയുടെ പ്രതീകം. പക്ഷേ അത് പ്രതീകം മാത്രമല്ല, ആ അഭിവാദനത്തിൽ കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളിൽ, നമ്മളിൽ ബുദ്ധി വികസിക്കാൻ സഹായിക്കുന്നു, ഓർമ്മശക്തി വികസിക്കാൻ സഹായിക്കുന്നു, നമ്മുടെ മനസ്സ് ജീവിതം കൂടുതൽ ബാലൻസ്ഡായി തീരാൻ സഹായിക്കുന്നു. നമുക്ക് കേവലം ഈ ബുദ്ധിശക്തി മാത്രമല്ല, ഹൃദയം കൂടി വികസിക്കാൻ. നമ്മൾ ഹൃദയം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ്, ബുദ്ധി എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ മറ്റേ ഭാഗമാണ്. ഇത് 2 ഒരേപോലെ വികസിക്കാൻ സഹായിക്കുന്ന ഒരു യോഗ ക്രിയ കൂടിയാണ് ഗണപതി വന്ദനം എന്നുള്ളത്. അപ്പോൾ ഈ ഗണപതി വന്ദനത്തിൽ തല കുനിച്ച് നിൽക്കുന്ന, ഇങ്ങനെ ഏത്തമിടുന്നത്, നേരത്തെ കഥ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഗണപതിക്ക് തൻ്റെ കൊമ്പ് പുറത്ത് വയ്ക്കാനാണ്, ഭക്തൻ്റെ പുറത്ത് വയ്ക്കാനാണ്. അപ്പോൾ ഇങ്ങനെ കഥകൾ കുട്ടികൾക്ക് മനസ്സിലാകും.